പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത് കാണുന്ന സഹോദരനെ കരുതുന്നതിലൂടെയാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അനാഥരെയും ആലംബഹീനരെയും കരുതുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുമ്പോൾ, ഇന്ന് മംഗല്യ എന്ന മഹനീയമായ വിവാഹ ശുശ്രൂഷ അത് ക്രൈസ്തവ സാക്ഷ്യമായി ആയിരിക്കുകയാണ്. ദക്ഷിണ കേരള മഹായിടവക സ്ത്രീജന സഖ്യം നേതൃത്വം നൽകുന്ന മംഗല്യ എന്ന വിവാഹ പദ്ധതിയിലൂടെ 108 കുടുംബങ്ങളിലേക്ക് വെളിച്ചം വീശുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. 2016 അഭിവന്യ മോഡറേറ്റർ തിരുമേനി മോസ്റ്റ് റെവറൻ ധർമ്മരാജ് റസാലം തിരുമേനിയുടെയും ശ്രീമതി ഷെർലി റസാലം മോഡറേറ്റർ അമ്മയുടെയും ദൈവം നൽകിയ ദർശനത്തിൻ്റെ ഭാഗമായി ആരംഭിക്കപ്പെട്ട മഹനീയമായ ഒരു ശുശ്രൂഷ നാളിതുവരെയായി 108 കുടുംബങ്ങളിലേക്ക് ക്രിസ്തീയ വെളിച്ചം വീശുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം വിലപ്പെട്ട നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നതിൽ സംശയമില്ല. 108 ക്രിസ്തീയ കുടുംബങ്ങൾ രൂപീകരിക്കുവാൻ മംഗല്യയിലൂടെ കഴിഞ്ഞു. 93 കുഞ്ഞുമക്കൾ ഇന്ന് മംഗല്യ കുടുംബത്തിൻ്റെ ഭാഗമാണ്. വളരെയധികം പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെ ദൈവം നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. 2024 മംഗല്യ വരവായി. 12 വധൂവരന്മാർ മംഗല്യയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മംഗല്യയെ നയിക്കുവാൻ ശ്രീമതി ഷെർലി റസാലം ബിഷപ്പമ്മ രക്ഷാധികാരിയായി നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഡോക്ടർ TT പ്രവീൺ സാർ ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി ജനറൽ കൺവീനറായി മംഗല്യയ്ക്ക് നേതൃത്വം നൽകുന്നു. ദക്ഷിണ കേരള മഹായിടവക സ്ത്രീജന സഖ്യം മംഗല്യയ്ക്ക് നേതൃത്വം നൽകി മംഗല്യയുടെ പ്രവർത്തനങ്ങൾ ആയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹകരണവുമാണ് മംഗല്യയുടെ വിജയം. 12 കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടുകൂടെ 2024 മംഗല്യയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമേ എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. MMCSI കത്തീഡ്രൽ സഭയിൽ ജനുവരി മാസം 26-ാം തീയതി രാവിലെ 10 മണിക്ക് ഈ മഹനീയ ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ ഏവരെയും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും മംഗല്യയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. മംഗല്യയെ സംബന്ധിച്ച് പറയുമ്പോൾ, മംഗല്യ വളരെയധികം വെല്ലുവിളികളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രാർത്ഥനയും സഹകരണവും ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സമയമാണിത്. സാമ്പത്തികമായി പലതരത്തിലുള്ള വെല്ലുവിളികളാണ് മംഗല്യ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സഹകരണം മംഗല്യ ശുശ്രൂഷയിൽ ഉണ്ടാവണമേ എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നൽകുകയാണ്. വ്യക്തിഗത സംഭാവനകളായി സ്വർണം സംഭാവന നൽകിക്കൊണ്ട് റവറൻഡ് ആൽബർട്ട് ജോൺ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവേളയിൽ 1 പവൻ മംഗല്യയ്ക്ക് സംഭാവനയായി നൽകിക്കൊണ്ട് നമുക്കൊന്ന് മാതൃകയായി നിൽക്കുകയാണ്. ധാരാളം വ്യക്തിത്വങ്ങൾ മംഗല്യയ്ക്ക് സംഭാവനയായി നമ്മോടൊപ്പം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഇന്ന് വളരെയധികം സാമ്പത്തികമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം മംഗല്യയ്ക്ക് ഉണ്ടാകണമേ എന്നുള്ളൊരു അഭ്യർത്ഥന നൽകുകയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയും നേരിട്ട് മംഗല്യ അക്കൗണ്ടിലോട്ടോ വ്യക്തിഗത സംഭാവനകളായും സ്വർണം സംഭാവന നൽകിക്കൊണ്ടും മംഗല്യയെ സഹായിക്കുന്നതിന് കഴിയും. 2024 മംഗല്യ നമ്മുടെ ഉത്തരവാദിത്തമാണ്. രോഗങ്ങളും കടബാധ്യതയും അനാഥത്വവും അശരണരാക്കി മാറ്റിയ അനേക പെൺകുഞ്ഞുങ്ങൾ ഇന്നും നമ്മുടെ സഭയുടെ യാഥാർത്ഥ്യം തന്നെയാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാൻ നമ്മുടെ സഭയ്ക്ക് ഇന്ന് മംഗല്യയിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ക്രൈസ്തവ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ദക്ഷിണ കേരള മഹായിടവക സ്ത്രീജന സഖ്യം മംഗല്യ പദ്ധതി നമ്മുടെ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പ്രാർത്ഥനയോടുകൂടി
മംഗല്യയെ കരുതുക, മംഗല്യയെ സഹായിക്കുക, മംഗല്യയുടെ ഭാഗമായി മാറുക. നമസ്കാരം.